ശ്രീത്ത്, ഈ കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മാറി മറിയുകയാണ്. കാരണം CPM-ന്റെ സമ്മേളന കാലത്തിൽ നിന്ന് ഒരുപാട് പുതിയ സംഭവവികാസങ്ങൾ ഉയരുന്നു. പാർട്ടിയെ ചോദ്യം ചെയ്ത് പലരും പുറത്തേക്ക് ഇറങ്ങുന്നു. അതൊക്കെ തന്നെ BJP-യിലേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ സുരേഷ് ഗോപി തന്നെ കേരളം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ BJP വളരെ സജീവമായി രംഗത്ത് വന്നുകൊണ്ട് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം തന്നെയല്ലേ നടത്താൻ പോകുന്നത്? തീർച്ചയായും. ഇതിനു മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ശ്രീധരൻപിള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ BJP-ക്ക് സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിൽ, ഏതാ ശബരിമല പ്രക്ഷോഭകാലത്ത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് BJP-ക്ക് ഇപ്പോഴുള്ളൊരു സമയമുണ്ടല്ലോ, സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമ്മേളനത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിന്റെ പ്രശ്നം, അത്തരത്തിൽ നിരന്തരം ഈ CPM-ന്റെ ഈ ന്യൂനപക്ഷ പ്രീണനം, അത്തരത്തിൽ വലിയ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ BJP-ക്ക് സുവർണ അവസരം നിലവിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒറീസയിൽ ഇപ്പോൾ BJP-ക്ക് 20%-ലധികം വോട്ടുണ്ട്. ആ 20%-ലധികം വോട്ട് വെച്ചായിരിക്കും ഇനി BJP-യുടെ വളർച്ച ഉണ്ടാകാനിരിക്കുന്നത്. ഇതിന് സമാനമായ ഒരു വോട്ട് ഷെയർ ആയിരുന്നു ഒറീസയിലും മുൻപുണ്ടായിരുന്നത്. അവിടെ നിന്ന് BJP വളർന്ന് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് BJP എത്തി നിൽക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വളർച്ച. അപ്പോൾ BJP ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത് കേരളവും ഒറീസയും തമ്മിലാണ്. കേരളവും ഒറീസയായി ഒരു ചെറിയ സാമ്യമുണ്ട്. ജനസംഖ്യാപരമായി തന്നെ ആയാലും വിദ്യാഭ്യാസപരമായി തന്നെ ആയാലും വളരെ സാമ്യമുള്ള ഒരു സംസ്ഥാനമാണ് ഒറീസ. അതിനാൽ തന്നെയാണ് BJP ഒറീസയുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അതിലിപ്പോൾ അവർ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത് സുരേഷ് ഗോപിയിലാണ്. പണ്ട് 2021-ലെ തെരഞ്ഞെടുപ്പ് കാലത്തറിയാം, BJP ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായാണ് രംഗത്തിറങ്ങിയത്. മെട്രോമാൻ ആയിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ മെട്രോമാൻ ആയിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആ സമയത്ത് അത്തരം പ്രസ്താവന എല്ലാവരും കളിയാക്കിയാണ് കളഞ്ഞത്. കാരണം ഒരു 10-12% പാർട്ടിക്ക് എങ്ങനെ കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്ന സംശയം അന്ന് പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ കണക്കെടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരു 4-5 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു അന്ന് BJP-ക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവിടെ നിന്നും വലിയൊരു മാറ്റമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. 20%-നടുത്ത് വോട്ടും അതോടൊപ്പം തന്നെ 11 നിയമസഭാ സീറ്റിലധികം 1-ാം സ്ഥാനം, 8 നിയമസഭാ സീറ്റുകളിൽ 2-ാം സ്ഥാനം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആലപ്പുഴയിലും ആറ്റിങ്ങിലുമെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ അത് തുടർച്ചയായി അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തരംഗം എത്തിക്കുക എന്നതാണ് BJP-യുടെ ലക്ഷ്യം. പക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് എന്തായാലും പരിഹരിക്കാനുള്ള ശ്രമം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത 2026-ലും അവർ അതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുശേഷം ചിലപ്പോൾ അപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തു വരുന്ന 2031-ലായിരിക്കും. ഈ 2 തെരഞ്ഞെടുപ്പിലും BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പോകുന്നത് സുരേഷ് ഗോപിയായിരിക്കും. കാരണം കേരളത്തിൽ നിന്നും നേമത്ത് രാജഗോപാലായിരുന്നു വിജയിച്ചത്. ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി തന്നെ ഒഴിവായിട്ടുണ്ട്. പിന്നീട് ഒരു വലിയ വിജയം ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 75,000-ലധികം വോട്ടിന്റെ വലിയ വിജയമായിരുന്നു സുരേഷ് ഗോപി നേടാൻ കഴിഞ്ഞത്. അതിനാൽ തന്നെ സുരേഷ് ഗോപി എന്ന ഫേസിനെ മുന്നിൽ നിർത്തിയായിരിക്കും ഇനി BJP-യുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇടക്കാലത്ത് തന്നെ ഒരു 400 കോടി രൂപയുടെ പദ്ധതി തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ ആ ശക്ത മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. എന്തായാലും BJP രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നൊരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്. അത് ആറ്റിങ്ങലിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും CPM-ൽ നിന്നും അദ്ദേഹം പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് ചേരാനുള്ള തയ്യാറെടുപ്പാണ്. ആ വീട്ടിൽ നേരിട്ടെത്തിയത് സുരേഷ് ഗോപിയായിരുന്നു. സുരേഷ് ഗോപി തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരും കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുക. ഇത് നാം തൃശ്ശൂരിൽ കണ്ടിരുന്നു. കാരണം 2019-ലും 2021-ലും വലിയ പരാജയമാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ ജനങ്ങളുമായി അടുത്ത് ഇടപെടാൻ കഴിയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാക്കി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് സമാനമായ രീതിയിലാണ് കേരളത്തിൽ ഉടനീളം സുരേഷ്
സുരേഷ് ഗോപി ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. പ്രധാന ലക്ഷ്യം അടുത്ത വർഷം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഇപ്പോൾ BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അടുത്ത 2026 ഒരു 10-നും 15-നും ഇടയിൽ സീറ്റ് നേടാൻ കഴിയും. അത് തൃശ്ശൂരിൽ നോക്കിയാലും അറിയാം, തിരുവനന്തപുരം, കായംകുളം ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇനി BJPയുടെ പ്രവർത്തനം പോകുന്നത്. സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരിക്കും അവർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ 2026 അത് സാധിച്ചില്ലെങ്കിലും 2031 അത് സാധിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. പണ്ട് 2021 33 സീറ്റ് നേടിയാൽ തങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്ന് സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ട്രോളന്മാരാണ് ഏറ്റെടുത്തത്. കാരണം ഇദ്ദേഹത്തെ കളിയാക്കാനായി ഇത്തരം അനാവശ്യ പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു പ്രസ്താവനയുമായി വന്നാൽ അതിനെ എതിർ പാർട്ടികൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഭയപ്പെടുക തന്നെ ചെയ്യും. കാരണം അത്രത്തോളം കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടകുത്തളങ്ങളായിരുന്നു ആറ്റിങ്ങലും ഉൾപ്പെടെയുള്ള ആറ്റിങ്ങൽ, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ നാം ഒരു തിരഞ്ഞെടുപ്പ് ഈ മണ്ഡലത്തിന്റെ ബേസ് എടുത്തു നോക്കിയാൽ ഒരു 50-60 മണ്ഡലങ്ങളിലോളം ഒരു 30,000-നും 40,000-നും ഇടയ്ക്ക് വോട്ട് BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പരിധിവരെ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന അവസരത്തിൽ 40-നും 50-നും ഇടയ്ക്ക് വോട്ട് നേടുന്ന ഒരു പാർട്ടിക്ക് പൂർണ്ണമായി തന്നെ കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാണ്. കേരളം ഇനി ത്രികോണ മത്സരത്തിലേക്കായിരുന്നു. പണ്ടായിരുന്നു 60,000 70,000 വോട്ട് നേടുക ഒരു പാർട്ടി, അതിനുശേഷം 40-ഉം 50-ഉം രണ്ടാമത്തെ പാർട്ടി നേടുക, മൂന്നാമത്തെ പാർട്ടിയായ BJPക്ക് എല്ലാ മണ്ഡലങ്ങളിലും 10,000 വോട്ടായിരുന്നു ശരാശരി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറി ഇപ്പോൾ BJP 30,000-ഉം 40,000-ത്തിലേക്കും നീങ്ങുകയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റമാണ്. അതോടൊപ്പം തന്നെ ഈ CPM തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈഴവ സമൂഹം തങ്ങളിൽ നിന്നും പൂർണ്ണമായി തന്നെ അകലുകയാണ്. ഈ അകലുമ്പോൾ ഇവർ എങ്ങോട്ടാണ് ചേക്കേറുന്നതെന്ന് നോക്കുമ്പോഴാണ് അത് BJPയിലേക്കാണ്. BJPയിലേക്കാണ് വലിയ രീതിയിൽ ഈ വോട്ടുകൾ പൂർണ്ണമായി തന്നെ ഒഴുകുന്നത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി തന്നെ ബ്ലോക്കായി തന്നെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട്, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് വലിയ രീതിയിൽ UDFയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് UDFന് ഇത്രത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നത്. പക്ഷേ വലിയ രീതിയിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ UDFന്റെ ഹൈന്ദവ വോട്ടുകൾ പൂർണ്ണമായി തന്നെ BJPയിൽ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്നാണ് വലിയ രീതിയിൽ, CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് BJPയിലേക്ക് വലിയ രീതിയിലുള്ള ഒഴുക്ക് വരുന്നത്. ആ ഒഴുക്ക് ചിലപ്പോൾ BJPയുടെ അടിത്തറ കുറച്ചുകൂടി ശക്തിപ്പെടുത്തും. പൊതുവെ ഇപ്പോൾ വർഷങ്ങളായി തന്നെ തെക്കൻ മേഖലയിലായിരുന്നു BJP തങ്ങളുടെ ശക്തി കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ പിന്നെ കാസർഗോഡ് ചില മണ്ഡലങ്ങൾ, മഞ്ചേശ്വരവും കാസർഗോഡും ഉൾപ്പെടെയുള്ള വിരലിൽ എണ്ണാവുന്ന മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു നാം മലബാറിലേക്ക് പോകുമ്പോൾ BJPയുടെ ശക്തി ഉള്ളത്. മറിച്ച് നാം തെക്കോട്ട് വരുമ്പോൾ വലിയ രീതിയിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമായി വർഷങ്ങളായി തന്നെ മാറിയിരുന്നു. അതിപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് മാറുകയാണ്, മധ്യ തിരുവിതാംകൂറിൽ ഉൾപ്പെടെ മാറുകയാണ്. കാരണം ആലപ്പുഴയിലൊന്നും ഒരു 2-3 വർഷം മുൻപ് BJP ഇത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അയാൾക്ക് എന്തോ പ്രശ്നമെന്ന് നാം സംശയിക്കുക. അദ്ദേഹം ഏതെങ്കിലും ഒരു നാം കരുതും അദ്ദേഹം കട്ട സംഖ്യ എന്നേ കരുതുള്ളൂ ഇത്തരം പ്രസ്താവനയുമായി വന്നാൽ. കാരണം ആലപ്പുഴയിലോ പത്തനംതിട്ടയിലോ അല്ല BJPക്ക് വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നാം അതെല്ലാം പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ലോക്സഭയോടെ അതിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാലക്കാടും ആറ്റിങ്ങലും തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള ഈ പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വലിയ രീതിയിൽ വളരാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വളർച്ച ഇനി സുരേഷ് ഗോപിയിലൂടെ, അങ്ങനെയാണല്ലോ തൃശ്ശൂരിൽ വിജയം, തൃശ്ശൂർ മോഡൽ പാർട്ടിയുടെ സംഘടന ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്ന സിനിമാ നടനിലൂടെ വോട്ട് നേടുക. ആ തന്ത്രമായിരിക്കും ഇനി കേരളം മുഴുവനായി BJP നടപ്പിലാക്കാൻ പോവുക. ആ നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ചെറിയ പരിപാടികളിൽ വരെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.